സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ, ദീപ തോമസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പെരുമാനി എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ്. ആ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സംവിധായകൻ മജു ഇന്ന് മക്തൂബിനൊപ്പമുണ്ട്. മജുവിലേക്ക് പോകാം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ പെരുമാനി എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടർ, ആ ഡയറക്ടറാണ് ആ സിനിമയുടെ സെൻറ്റർ പോയിൻ്റായിട്ട് വർക്ക് ചെയ്യുക. അപ്പം സെൻട്രൽ പോയിൻ്റായിട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ മജു ആണ്. അപ്പം മജു എന്ന മനുഷ്യൻ സിനിമയിലേക്ക് എത്തുന്നത് അയാളുടെ സ്വപ്നങ്ങൾ, ഈ വലിയൊരു യാത്ര, ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷം അപ്പൻ, അതിനുശേഷമാണ് പെരുമാനി. അപ്പം ഈ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലായിരിക്കും ഇപ്പം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ വഴിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു, സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? യാത്ര എന്ന് വെച്ചാൽ എനിക്ക് സിനിമ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്നാൽ സിനിമയിലേക്ക് എത്താനുള്ള വഴികളൊന്നും നമുക്കില്ല. അതുമാത്രമല്ല, അങ്ങനെ ഒരു വിദൂര സ്വപ്നം പോലും എനിക്കില്ല. പ്രത്യേകിച്ച് ഡയറക്ഷനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഒരിക്കലും നമ്മൾ ഡയറക്ഷനോ അല്ലെങ്കിൽ റൈറ്ററോ അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ വെറുതെ കുറിപ്പുകളൊക്കെ നേരത്തെയൊക്കെ എഴുതുമായിരുന്നു. അല്ല, സിനിമയല്ല, വെറുതെ നമ്മുടെ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ വെറുതെ എഴുതുമായിരുന്നു. അപ്പം ഈ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഖത്തറിൽ ഞാൻ ട്രാവൽ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഈ സിനിമയുടെ ഒരു ന്യൂ വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു, ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വരവ്, ആഷിഖ് കപൂർ, ഇപ്പോൾ സമീർ താഹിർ, രാജീവ് രവി, അവരുടെ ഒരു വരവ് ഉണ്ടായിരുന്നു. പോത്തനും ശ്യാം പുഷ്കരൻ ടീമുകളിലേക്ക് ഒരു വരവുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരുന്നതൊക്കെ നമ്മുടെ സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ്. അതായത് ഭയങ്കരമായിട്ട് സിനിമയെ ഞാൻ ഒരുപാട് വിദേശ സിനിമകളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ ഖത്തറിലേക്ക് ആകുമ്പോൾ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ നമുക്ക് അതിനോട് കിടപിടിക്കുന്ന സിനിമകളൊക്കെ ഇവിടെ വന്നു തുടങ്ങുമ്പോൾ നമുക്കും ഭയങ്കര ആവേശമായിരുന്നു ഈ സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ. അത് എനിക്ക് ടെക്നിക്കലിയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല, കഥ ഒന്നും അറിയില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന് പിന്നുള്ളത് പ്രൊഡക്ഷൻ സൈഡാണ്. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ കുറച്ച് യുവാക്കളൊക്കെ കൂട്ടി അവിടെ കുറച്ച് കണക്ഷൻസൊക്കെ ഉള്ളവരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പ്രൊഡക്ഷനിലേക്ക് വരാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ലിജോയെ പരിചയപ്പെടുന്നതും. ലിജോയുടെ ആദ്യ സിനിമ, ലിജോയുടെ കൂടെ ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ജെല്ലിക്കെട്ട്. അപ്പം അങ്ങനെ ആദ്യ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, പിന്നെ അത് പതിയെ അത് പിന്നെ മാറിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ പിന്നെ ഞാൻ ഒരു 10-15 ദിവസം ലിജോയുടെ കൂടെ ഈമായോ, അത് കഴിഞ്ഞപ്പോഴാണ് ലിജോ ഈമായോ ചെയ്യുന്നത്, സെറ്റിലൊക്കെ വർക്ക് ചെയ്തു. എന്ന് വെച്ചാൽ വർക്കൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോയി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലേക്കൊക്കെ കയറി. അപ്പോൾ ഇതിനോടുള്ള ആവേശം പിന്നെയും കൂടി. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും എങ്ങനെ എഴുതണമെന്നും അറിയില്ല, പക്ഷെ എനിക്ക് കഥകളും ഇതൊക്കെ എഴുതാനറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ എഴുത്തുകാരൻ എന്നുള്ളതല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ കുറിപ്പുകളൊക്കെ എഴുതും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അന്ന് ഞാൻ പെരുമാനി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, എൻ്റെ ഉമ്മയുടെയുമാണ് എൻ്റെ ഈ മദറിലോടെ നാടും പെരുമാനി തന്നെയാണ്. അപ്പോൾ എനിക്ക് പെരുമാനി അറിയാം. അപ്പോൾ പെരുമാനിയെ കുറിച്ചിട്ടും അവിടുത്തെ ശരിക്കും അവിടുത്തെ ആളുകളല്ല, എനിക്ക് അതേപോലെയുള്ള ആളുകളെ പെരുമാനിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത്, എനിക്ക് ഇപ്പോൾ ബഷീറിയൻ കഥകളിലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാരിക്കേച്ചറിസ്റ്റ് സ്വഭാവമുള്ള ആളുകളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊന്മുട്ടിടുന്ന താറാവൊക്കെ പോലെ. അപ്പോൾ അതുപോലെ എഴുതി തുടങ്ങി. അപ്പോൾ അത് എഴുതി ഒരുപാടൊരു 400 പേജൊക്കെ ആയി. എന്ന് വെച്ചാൽ ഈ 120 പേജാണ് മാക്സിമം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയും. 400 പേജുകളൊക്കെ ആയി. അപ്പം അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതാണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ ഉള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലേക്ക് ഇപ്പോൾ ഈ മായോ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു ഏകദേശം ധാരണയൊക്കെ ആയി, ഇങ്ങനെയും നല്ല പരിപാടി, ഇതിൽ കുറേ സംഗതികളുണ്ട്. പിന്നെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രഞ്ച് വിപ്ലവം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഡയറക്ഷൻ ആദ്യം ഒരു എഴുത്തിൽ പാട്ടാവാന്നുള്ളൊരു ഇതിൽ വന്ന് പിന്നെ അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതിലുണ്ടായ ഒരു പരാജയമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും, ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തില്ല എന്നേ ഉള്ളൂ, അപ്പോൾ നമ്മൾ സീറോയിലാണ്. ഒരു സിനിമ ചെയ്ത് പരാജയപ്പെട്ടാൽ അത് മൈനസിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് പിടിച്ചു കയറൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒരു 3 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തു, എന്ന് വെച്ചാൽ തിരിച്ചു വരാനായിട്ട്, ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ കോവിഡും സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ എഴുതിയിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും ജയകുമാറുമായിട്ടും
എഴുതിയിരുന്നു. അപ്പോൾ അതിലൊന്നാണ് അപ്പൻ. അപ്പൻ പിന്നെ വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, KME എന്ന് ടൈറ്റിലൊക്കെ ഇട്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതു മോഹൻദാസിൻ്റെ അടുത്ത് അവരൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാണ് പിന്നെ എന്നെ രാജീവ് രവിയിലേക്ക് എത്തിക്കുന്നതും. രാജീവേട്ടന് ഞാൻ അപ്പൻ വായിക്കാൻ കൊടുത്തതെന്നാണ് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഓണാവുന്നത്. അപ്പോൾ രാജീവേട്ടൻ ഇത് വായിച്ചിട്ട് രാജീവേട്ടൻ ഇത് സിനിമ ആവേണ്ട ഒരു പരിപാടിയാണ് മജു, അപ്പോൾ നമുക്കത് അതാദ്യം ഇപ്പോൾ അതാകുമ്പോൾ കോവിഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ രാജീവേട്ടനും കൂടെ മുൻകൈ എടുത്തിട്ടാണ് അപ്പനാവുന്നത്. അപ്പൻ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സിനിമകൾ ആർട്ടിസ്റ്റുകളിലേക്ക് എത്താൻ പിന്നെയും ദൂരം ഉണ്ടായിരുന്നു. എങ്കിലും സിനിമകൾ ഓണാക്കാനുള്ളൊരു ലെവലിലേക്ക് നമ്മളെത്തി. പിന്നെ പെട്ടെന്ന് തന്നെ പെരുമാനി റെഡിയാവുമായിരുന്നു. ഇപ്പം ഈ ലിജോ സാറിന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാം. അപ്പം ഇതിൻ്റെ സിനിമയുടെ ക്രൂ വളരെ എഫിഷ്യൻ്റ് ആയൊരു ക്രൂ ആണെന്ന് ഒറ്റകൊണ്ട് തന്നെ മനസ്സിലായി. ഇപ്പം DOP പിന്നെ മനീഷ് സാറാണ്, അതേപോലെ പിന്നെ സൗണ്ട് ചെയ്യുന്നത് വൈശാഖ്. ഇവരൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മനീഷ് സാർ എനിക്ക് തോന്നുന്നു പിന്നെ ജോസഫ് അദ്ദേഹമാണ്, ഇലുവിഴ പൂഞ്ചിറ, അവന് 2 വട്ടം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. IFFK ഒരു തവണ ഇലുവിഴ പൂഞ്ചിറയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് വൈശാഖിനും സ്റ്റേറ്റ് അവാർഡ് ഒരു സമയത്ത് തന്നെ കിട്ടി. ഞങ്ങളുടെ സെറ്റിൽ നിന്നാണ് അവർ രണ്ടുപേരും പോയി അവാർഡൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ജോണറുകൾ. ഇപ്പം ജോസഫ് ആണെങ്കിലും ഇലുവിഴ പൂഞ്ചിറ ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ജോണറുകളാണ്. പക്ഷെ പെരുമാനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസ്റ്റോപ്പിയൻ എന്നൊക്കെ തോന്നാവുന്ന, ഇപ്പോൾ ഒരു സ്പെഷ്യൽ ലാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കൺസെപ്ഷ്യൽ ലാൻഡാണ്. അപ്പം അങ്ങനെ സീരിയസ് ജോണർ ചെയ്യുന്ന ഒരാൾക്ക് കൺസെപ്ഷ്യൽ ഒരു ലാൻഡിനെ കുറിച്ചുള്ള ഫ്രെയിമുകൾക്ക് സങ്കല്പം ഉണ്ടാകും എന്നും എനിക്ക്. അതായത് അയാൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു, അയാളുടെ ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറ കാണുമ്പോൾ അറിയാം. ഞാൻ അപ്പനിലേക്ക് അയാളെ സമീപിച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് ഇലവിഴ പൂഞ്ചിറ ചെയ്യായിരുന്നു. അപ്പം എനിക്ക് അയാളെ പേഴ്സണലി ഇഷ്ടമാണ്, എനിക്ക് നേരത്തെ അറിയാം. അതേപോലെ അയാളുടെ വർക്കുകളും അയാൾ ഭയങ്കരമായിട്ട് അതിനകത്ത് സ്റ്റഡി ചെയ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു ഫാൻറ്റസി മൂഡാണ്. അപ്പം പ്രത്യേക തരം ആംഗിൾസ് ഉപയോഗിക്കണം എന്നൊക്കെയുള്ളൊരു സംഗതികൾ ഞങ്ങൾ ആദ്യത്തിൽ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അവനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കേപ്പബിൾ ആണ് പുള്ളി എന്നുള്ളൊരു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അപ്പനിൽ വൈഡ് ഫ്രെയിമുകൾ വളരെ കുറവാണ്. അതെ ആ വീടിനെ ചുറ്റിപ്പറ്റി എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് ആ വീടിന്റെ എല്ലാ ആംഗിളിൽ നിന്നും ഷോട്ടുകൾ വരുന്നുണ്ട്, 4 ഭാഗത്തുനിന്നും ഒക്കെ ഷോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി വൈഡ് വരുന്നുണ്ട്. അതെ അത് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ആളുകളുടെ ഇമോഷൻസ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതായത് ഒരു നാടിൻ ഒരു വീടും ഒരു മുറിയാണ് അതിൻ്റെ കഥാപാത്രങ്ങൾ. അപ്പം അത്തരത്തിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട കുറേ സംഗതികൾ അതിനകത്തുണ്ട്. ആളുകളുടെ ഇമോഷൻസ്, പ്രത്യേകിച്ച് ആ സിനിമയെ ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷൻസ്. ആർട്ട് പ്രോപ്പർട്ടീസിനൊക്കെ ഒരു കഥകളായിട്ട് സാധനങ്ങൾ അയാളുടെ ലൈഫാണത്. അയാളുടെ വേട്ടയും അയാളുടെ വെട്ടിപ്പിടിക്കലിൻ്റെ ഒരു കഥ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും വീടിൽ നിന്ന് മാറി ഗ്രാമത്തിൻ്റെ കഥയാകുമ്പോൾ അത്തരത്തിൽ ഒരു വലിയ സ്പേസ് നമ്മൾ ക്യാമറയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്ന് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വൈഡ് ഫ്രെയിംസും എനിക്ക് തോന്നുന്നു 18-ലൊക്കെയാണ്, അതായത് നമ്മൾ ക്ലോസ് ഒക്കെ എടുത്തിരിക്കുന്നത്, അത്ര ടൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവനിലുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാ തരം സിനിമകളും ചെയ്യാനുള്ള കേപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടെന്നുള്ളൊരു ധാരണയുടെ തന്നെ മനസ്സാണ്. ഇതിലിപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സാധനം പറഞ്ഞു, അതിന് ശേഷമാണ് അപ്പൻ വരുന്നത്. അപ്പൻ വളരെ അഭിനന്ദനം അറിയിച്ച് ഒരുപാട് ആൾക്കാർ പ്രശംസിച്ച് ചർച്ച ചെയ്തൊരു സിനിമയാണ്. ആദ്യത്തെ സിനിമയിലും സണ്ണിവേൻ ഭാഗമായിരുന്നു, രണ്ടാമത്തെ സിനിമയിലും സണ്ണിവേൻ സെൻട്രൽ ക്യാരക്ടർ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ സണ്ണിവേൻ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു പുതുമുഖ സംവിധായകന് ആദ്യത്തെ സിനിമ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തൊരു സിനിമ ഓണാവാൻ പ്രയാസപ്പെടുന്ന വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോഴാണ് ആദ്യത്തെ സിനിമ പ്രതീക്ഷത്ര വിജയം എത്താത്ത ഒരു സിനിമയിലെ നായകൻ തന്നെ അടുത്ത സിനിമയ്ക്കും ഡേറ്റ് തരുന്നത്. അത് ഡയറക്ടറിലുള്ള വിശ്വാസം പ്ലസ് വ്യക്തിപരത്തേക്കാളും ഈ അവന് ഇഷ്ടമാവാന്നുള്ളതാണ്. ഇപ്പം അപ്പൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് തന്നെ വന്നതാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു എത്രയും കാലത്തെ പരിചയത്തിൻ്റെ ഞങ്ങളെപ്പോഴും
ഡിസ്കഷൻസ് നടക്കുമായിരുന്നു. ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻസ്, എവിടെയെങ്കിലും ട്രാവലിങ്ങിലൊക്കെ കൂടെ പോകുന്ന അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ സമയത്തുള്ള ചർച്ചകളിലും പുള്ളി ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്നാവുക എന്നുള്ളൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഈ പെരുമാനിയിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് തുടങ്ങുന്നതിന് 15 ദിവസം മുമ്പായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, സണ്ണി അടുത്തൊരു 10-20 ദിവസത്തേക്ക് ഫ്രീ ആണോ? അപ്പോൾ പറഞ്ഞാൽ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ അന്ന് പിന്നെ നമുക്കിത് പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിനെന്താന്ന് പറഞ്ഞിട്ട് നേരെ സെറ്റിലേക്ക് വരായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് കഥ പറയുന്നതും കഥകളുടെ ഒരു ഏകദേശ ധാരണയൊക്കെ പുള്ളിക്കുണ്ടെന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നതും അറിയാം, ഇതൊക്കെ അറിയാം, ഇതിൻ്റെ ഏകദേശ കഥകളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് സണ്ണി ഇതിനകത്തേക്ക് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. ഇപ്പോൾ സണ്ണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സണ്ണിയോടും കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് പരസ്പര വിശ്വാസമുണ്ട്. ഇപ്പം അപ്പൻ സിനിമയിലെ ക്യാരക്ടറിൻ്റെ പ്ലേസ്മെൻറ്റുകൾ അതിൽ പിന്നെ 4 സ്ത്രീ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അമ്മ, പിന്നെ മരുമകളായിട്ട് വരുന്ന അനന്യ, പിന്നെ ഗ്രേസ്, പിന്നെ രാധിക. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങൾ വെറുതെ പ്ലേസ് ചെയ്തിരിക്കുന്നതല്ല, അവർക്ക് കൃത്യമായ റോളുണ്ട്. അവരുടെ ലൈഫിൻ്റെ പിന്നെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ന്യൂനിലേക്ക് എത്തുന്നത്, സണ്ണിമീനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സ്ത്രീ കഥാപാത്രങ്ങൾ കൃത്യമായ പൊസിഷൻ ഉണ്ട്. വെറുതെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നായിക വന്ന് ചെയ്ത് പോയാൽ തീരുന്ന, ആര് വന്നാലും തീരുന്ന ഒരു പ്രശ്നമല്ലത്. അത് കൃത്യമായ പ്ലേസ്മെന്റ് ആണ്. ഇതിൽ പെരുമാനിയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഒരു 3 മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്ലസ് അതോടൊപ്പം തന്നെ പിന്നെ അപ്പനിൽ അഭിനയിച്ച രാധിക കുട്ടിയുണ്ട്, പിന്നെ ദീപയുണ്ട്. അപ്പം ആ സിനിമയിൽ കൊടുത്ത ഒരു പ്ലേസ്മെന്റ് പോലെ തന്നെ നിർണായകമായ ഒരു പ്ലേസ്മെന്റ് ഈ 2 ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും. അല്ലാതെ ശരിക്കും ആ പെരുമാനിയിൽ ഈ 70ഓളം ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ടൊരു ബാക്ക് ഡ്രോപ്പും കൃത്യമായ ഒരു പ്ലേസ്മെൻറ്റും ഉണ്ട്. ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും കഥാപാത്രങ്ങളാണ്. നമ്മളിനി എന്ത് ഗിമ്മിക്ക് കാണിച്ചാലും സിനിമയ്ക്ക് നിലനിൽപ്പില്ല. കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെയാണ് സിനിമ പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു റൂട്ടും എല്ലാം ഉണ്ട് ഈ സിനിമയിലും. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളും കൃത്യമായിട്ടും ഇവർ മാത്രമല്ല, നമ്മുടെ സഞ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്, നമ്മുടെ ഇതില്ലേ ലിജോയുടെ ലാസ്റ്റ് പടത്തിലെ മറ്റേ മലൈക്കോട്ടയിൽ അഭിനയിച്ച കുട്ടി, അവരുണ്ട്. അവർക്കും കൃത്യമായ പ്ലേസ്മെൻ്റൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ വ്യക്തമായിട്ടും എല്ലാവർക്കും കൃത്യമായ അളവിൽ എന്നുവെച്ചാൽ ഇതൊരു ആക്ടർ, ഇപ്പോൾ സണ്ണിയുടെ സിനിമയെന്നോ അല്ലെങ്കിൽ വിനയുടെ സിനിമ, ഇതൊരു പെരുമാനി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കഥയാണ്. അവിടെ നടക്കുന്ന കുറേ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ദേശത്തിൻ്റെ കഥ ഒക്കെ പോലത്തെ ഒരു കഥ വയ്ക്കുമ്പോൾ അതിനകത്തൊരു നായകനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ഗ്രാമത്തിൻ്റെ കഥ എന്നുള്ള രീതിയിൽ. ഇപ്പം പല ഇൻ്റർവ്യൂകളിലും ലിജോ സാറിനെ പിന്നെ പരാമർശിച്ചാണെന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതൊരു കൺസെപ്ഷ്യൽ, ഒരു ഡിസ്റ്റോപ്പിയൻ നാട് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പം സാധാരണ ലിജോ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് അങ്ങനെയുള്ള നാടുകൾ കാണുക. അപ്പം ഒരു ഐഡൽ എന്ന നിലയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു സക്സസ്ഫുൾ ആയ ഒരു ഡയറക്ടർ എന്ന നിലയിലോ അദ്ദേഹത്തിന്റെ ഒരു സിനിമ സ്റ്റൈല്, ഒരു പാറ്റേൺ, അങ്ങനെ കൺസെപ്ഷ്യൽ ലാൻഡ് ഉണ്ടാക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഇല്ല, എനിക്ക് ഇതിൽ ലിജോയെക്കാളും ഇപ്പോൾ ഞാൻ ലിജോയുടെ തന്നെ ലിജോ ആകെ ചെയ്തിരിക്കുന്ന അത്തരത്തിൽ ചെയ്തിരിക്കുന്ന മേജറായിട്ടും ഇപ്പോൾ ആമീൻ ആണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു സ്വാധീനം ഒരിക്കലും ഉണ്ടാവരുതെന്ന് കൃത്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇത് എഴുതുമ്പോഴും എനിക്ക് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പൊന്മുട്ടയിടുന്ന താറാവും ഒരു കൃത്യമായ ഒരു ഗ്രാമത്തിലെ ഒരു ഈസിയായിട്ട് നമുക്ക് പറയാം, ഒരു പ്രത്യേകതരം കാരിക്കേച്ചർ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ പഞ്ചവടിപ്പാലം പോലത്തെ ഒരു പ്രത്യേകതരം നാട് എന്ന് പറയുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ എനിക്ക് പെരുമാനിയെ ഒരു ഗ്രാമമായിട്ട് അത് എവിടെയാണ് എന്താണ് അങ്ങനെ പറയണമെന്ന് തോന്നിയില്ല. കാര്യം അവിടുത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുമോ അവിടെ എന്നൊക്കെ തോന്നാൻ പാടില്ല. അപ്പോൾ അത്തരം തോന്നാതിരിക്കണമെങ്കിൽ നമ്മളൊരു പ്രത്യേക സ്ഥലമാണെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഡയലക്റ്റും അങ്ങനെ കൃത്യമായ ഒരു നാടൻ ഡയലക്റ്റ് ഇല്ലില്ല. നമ്മളിപ്പോൾ ഇത് മലയാളം പറയുന്ന ഏതൊരു നാട് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. പിന്നെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് ഫ്രെയിമുകളിൽ പ്രധാനമായിട്ടും 3 കളറുകൾ നമുക്ക് തെളിഞ്ഞു കാണാം. ഒന്ന് ക്ലോസ് ഷോട്ടുകളിലും പിന്നെ ഒരു മിഡ് റേഞ്ച് ഷോട്ടുകളിലും ഒക്കെ റെഡും അതുപോലെ ഓറഞ്ച്, യെല്ലോ, ഈ ഒരു പാറ്റേണും വൈഡ് വരുന്ന സമയത്ത് ഒരു ഗ്രീനും ആണല്ലോ. അപ്പം
കുറച്ച് ഒരു ഡാർക്ക് ഇമോഷൻസിൻ്റെ എക്സ്ചേഞ്ച് ആണോ ഈ Red? ഇല്ല ഇതിൽ ഡാർക്കിൻ്റെ അല്ല, ഇതിലൊരു ഒരു ഫാൻറ്റസിയുടെ ഒരു നമ്മളൊരു കളർ പാലറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചു. അത് വേറൊന്നുമല്ല, ഇതൊരു ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂം കൊടുത്തു. ആർട്ട് സ്പെസിഫിക് ആയിരുന്നു. അതെ ആർട്ടിനും നമ്മൾ അത്തരത്തിൽ പെയിൻറ്റ് പരിപാടികൾ അല്ലെങ്കിൽ വണ്ടികളുടെ കളർ ഇതൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്തു. അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അവർക്കും ഒരു കളർ പാലറ്റ്, അപ്പോൾ ഈ ഇതിനോട് മാച്ച് ആവുന്ന ഒരു കളർ പാലറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അറ്റയർ വളരെ സ്പെസിഫിക് ആണ്. ഇപ്പം വിനയ് ഫോർട്ട് ഇതിന് മുമ്പിലുള്ള ഒരു സിനിമകളിലും വന്ന വിനയ് ഫോർട്ട് അല്ല ഈ സിനിമയിൽ വിനയ് ഫോർട്ട്. ഇപ്പോൾ നവാസ്കാണെങ്കിലും ലുക്കു, പിന്നെ സണ്ണിവേൻ, ഇവർക്ക് എല്ലാവർക്കും വളരെ സ്പെസിഫിക് ആയ ഒരു അറ്റയർ ഉണ്ട്. ആ അറ്റയറൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ. തീർച്ചയായിട്ടും അതാണ്. പിന്നെ ഈ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരാൾക്ക് ഒരു ക്യാരക്ടർ, ഇപ്പോൾ അയാൾക്കൊരു ലുക്കിൽ ഒരു ലുക്ക് കൊടുത്താൽ, ഒരു പ്രത്യേക തരം ഒരു ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50% അച്ചീവ് ആയ കഥാപാത്രത്തിലേക്ക് അയാൾ ഇന്നാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കി അയാൾ പെർഫോമൻസിലൂടെ കിട്ടിയാൽ മതി. ഇപ്പോൾ വിനയിനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈവൻ സണ്ണിക്ക് ലുക്മാൻ മാത്രമാണ് ഒരു അങ്ങനെ ഒരു ലുക്ക് നമ്മൾ കൊടുക്കാത്ത. ലുക്ക് ആ നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പകുതി പ്രേക്ഷകർ കൺവിൻസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമയിലും ഞാൻ അങ്ങനെ ഒരു പരിപാടി ശ്രമിക്കാറുണ്ട്. പിന്നെ അറിഞ്ഞിടത്തോളം, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടറിഞ്ഞിടത്തോളം, മജു എന്ന സംവിധായകൻ പിന്നെ ആർട്ടിസ്റ്റുകളെ കുറച്ചും കൂടി ഒരു എന്താ പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ട് ഡീല് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സണ്ണിവേൻ ഇതിനു മുമ്പ് അഭിനയിച്ച ഒരു സിനിമയിലും ഇല്ലാത്തൊരു പെർഫോമൻസ് ഞൂഞ്ഞിൽ കാണാൻ സാധിക്കും. ഇപ്പം അതിൽ ഒരു സീനിൽ വർഗീസായിട്ട് ഞൂഞ്ഞിനോട് പറയുന്നുണ്ട്, ഞൂഞ്ഞ് നിനക്ക് ഈ നാട്ടിൽ വേറെ വാടക വീട് കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞൂഞ്ഞ് പറയും, എന്നാൽ പിന്നെ നമുക്ക് നാട് വിട്ടു പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സണ്ണിവേൻ്റെ ക്യാരക്ടർ ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ചിരിയിൽ ഒരു സങ്കടമുണ്ട്, നിസ്സഹായതയുണ്ട്. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സണ്ണിവേനെ ചിലപ്പോൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, ഏറ്റവും കുറഞ്ഞ ഞാനെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ആർട്ടിസ്റ്റുകളെ അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് മജു എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല. ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്നൊരു നമ്മൾ എഴുതുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളതിനകത്ത് ഭയങ്കര ഇന്നായിരിക്കും. ഈ കഥാപാത്രത്തിൽ അയാളിലൂടെ നമ്മൾ സഞ്ചരിക്കും. അയാൾ എന്തൊക്കെ ചെയ്യും, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കും. നമ്മൾ കുറച്ച് എഴുതി വരുമ്പോഴത്തേക്കും ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ന്യൂഞ്ഞായിട്ട് നിന്നിട്ട് ഞാൻ എങ്ങനെയാണ് അമ്മയെ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെയും കൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇയാളുടെ കൃത്യമായ ഇമോഷൻസ് നമ്മളിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സണ്ണിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ന്യൂഞ്ഞായിട്ട് തന്നെയാണ് സണ്ണിയോട് പറയുന്നത്, സണ്ണി ഇങ്ങനെ ആയിരിക്കും ഇയാളോട് പറയുക, അപ്പം അയാളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഇയാളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഡീറ്റെയിലിംഗ് വേണ്ട സീൻസിൽ, ഇപ്പോൾ ഇത്തരം ഇമോഷണൽ സീൻസിൽ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇയാൾ ഈ സമയത്ത് ഇങ്ങനെയായിരിക്കും ഇയാൾ പെരുമാറുന്നത്. പിന്നെ കുറച്ച് അവർക്കും വിട്ടുകൊടുക്കും എങ്ങനെയായിരിക്കും എന്നുള്ള അവരുടെ എന്ന് വെച്ചാൽ ഈ എത്ര ചെയ്താലും അവരുടെ ഒരു മാനറിസം എന്തായാലും വരും. അപ്പോൾ അവരുടേതായ, അപ്പോൾ നമ്മളൊരു ആക്ടറെ ചൂസ് ചെയ്യുന്നത് അവരുടെ മാനറിസങ്ങൾ നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പം അതിനെ അപ്ലിഫ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വേറൊരു ആക്ടർ വന്നാൽ ഈ കഥാപാത്രത്തിന് യോജിക്കാത്തത് അയാളുടെ മാനറിസങ്ങൾ ഇതിനകത്ത് മാച്ച് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ കുറച്ചൊരു പെർസെൻറ്റേജും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നതും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരേ ഒരു ലെവലിലേക്ക് പോകും. പിന്നെ ക്രൂവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പിന്നെ വിട്ടുപോയൊരു പേരാണ് ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോപി സുന്ദർ. ഗോപി സുന്ദർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലയാളത്തിൽ അത്ര അധികം പടങ്ങൾ ചെയ്യുന്നില്ല. ഒരു വലിയ ഗ്യാപ്പുണ്ട്. അപ്പം ഒരളവോളം പ്രേക്ഷകരെങ്കിലും അദ്ദേഹത്തെ വലിയൊരർത്ഥത്തിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ പല പാട്ടുകളുടെ ഇൻസ്പിറേഷനാണ്. ആ ആരോപണങ്ങളുടെ സത്യം എന്താണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കെ തന്നെ ആ ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം നിലനിൽക്കുന്ന സമയത്താണ് എൻ്റെ സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ ഗോപി സുന്ദറാണ് അതിന് ആപ്റ്റ് എന്ന് മജു വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഗോപി സുന്ദർ എന്ന മനുഷ്യനെ ഈ സിനിമയുടെ മ്യൂസിക്കിലേക്ക് എത്തിക്കാനുള്ള എനിക്ക് അറിയില്ല. ഗോപിയുടെ ഈ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ പറയുന്ന ഇതിലോടൊന്നും എനിക്ക് വിശ്വാസമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൽ വരുന്ന 5 പാട്ടും പുള്ളി ചെയ്തത്
എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയും കണ്ട് എടുത്തിട്ടുള്ളൂ. ഇന്റർവ്യൂ കണ്ടിരുന്നു. അതെ അതെ. അപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പോയിരിക്കുന്നു, ഞാൻ എൻ്റെ ഇത് പറയുന്നു, എനിക്കിതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നു. പുള്ളി അപ്പം തന്നെ ആലോചിച്ചിരുന്നിട്ടാണ് ട്യൂൺ ഉണ്ടാക്കുന്നത്. അത് പ്രിപ്പയർഡും അല്ല. കാര്യം എനിക്കറിയാം, കാര്യം പുള്ളി അതിന് മുമ്പ് ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല എന്നും ഒരു പെട്ടെന്നുള്ളൊരു സമയത്ത് വന്നിട്ട് എനിക്ക് ഈ ഒരു സാധനമാണ് വേണ്ടത്. അപ്പോൾ പുള്ളി വിചാരിച്ച സാധനം ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഖവാലിയോ അല്ലെങ്കിൽ വേറെ ഒരു പുറത്തൊരു ഒരു കൺട്രി സോങ് ആണോ വേണ്ടത്, ഇങ്ങനത്തെ സംഗതികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൺട്രി സോങ് ആണെങ്കിലും ഓക്കെ, നമുക്ക് ഇതും നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുമ്പോൾ എനിക്ക് കൺവിൻസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. കാര്യം ഈ സിനിമയിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഞാനൊരിക്കലും വേറൊരു ഇത് കണ്ടിട്ടില്ല ഒന്നാമത്. പിന്നെ പുള്ളിയിലേക്ക് എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ പാട്ടുകളും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ വേറെ ഒരു മ്യൂസിക് ഡയറക്ടറെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഈ ഇതിലേക്ക് ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് വെച്ചാൽ ഇതിൻ്റെ ഒരു കൾച്ചർ സംഗതികളും പുള്ളിക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ സ്പാനിഷ് അറേബ്യൻ ഒരു ടച്ചൊക്കെ പുള്ളിക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതെ അതെ അതെ, എല്ലാത്തിലും എല്ലാത്തിലും അങ്ങനെ പുള്ളി ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഗുണകരമാവുന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു നോർത്ത് ടച്ച്. ഇപ്പം സിയയില് പിന്നെ അജിപ്പാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സാറ എന്നുള്ള ക്യാരക്ടറിന് തേടി പോകുന്ന സമയത്താണ് ആ റബ്ബ മേരെ റബ്ബ എന്നുള്ള കവാലി ടൈപ്പ് സാധനം അതിൽ വരുന്നത്. അപ്പം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇപ്പം ഈ പെണ്ണായി വെട്ട പിള്ളെ എന്നുള്ള ആ പാട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചടുലത കാണുന്നുണ്ട്. അപ്പോൾ അത് കഥയുടെ ഒഴുക്കിൻ്റെ ഈ സ്പീഡ് കാണുമോ? മീൻസ് ആക്ച്വലി പറഞ്ഞാൽ ഞാനിത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്. അപ്പം വന്നൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ മ്യൂസിക് ശരിക്കും എൻ്റെ വിഷ്വലിനേക്കാളും മേളിലാണ് സത്യത്തിൽ പറഞ്ഞാൽ. അപ്പോൾ മ്യൂസിക്കിന് ഒപ്പിച്ച് എൻ്റെ വിഷ്വൽ എത്തുമെന്നുള്ളൊരു പേടി പോലും എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ മ്യൂസിക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വേറൊരു തരത്തിൽ അതിനെ ട്രീറ്റ് ചെയ്തേനെ എന്ന് കരുതി ഞാൻ ഈ ഒരു പേസിലേക്ക് മാറ്റാൻ പുള്ളിയെ നിർബന്ധിച്ചില്ല. കാര്യം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ജസ്റ്റിസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ വിഷ്വലിൽ. ഇപ്പോൾ ഗോപി സുന്ദറും നിങ്ങളും ദീപ തോമസും കൂടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ 2 കാര്യങ്ങൾ ഗോപി സുന്ദർ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സാധനം, പിന്നെ ഗോപി സുന്ദർ പറയുന്നത്, എൻ്റെ അടുത്ത് ഒരു സംവിധായകൻ വന്നിട്ട് പിന്നെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡിവൈനിറ്റി ഉണ്ട്. ചിലരുമായി സംസാരിക്കുമ്പോൾ നമുക്കൊരു ഡിവൈനിറ്റി കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ വർക്കിൻ്റെ ഔട്ട് വളരെ വേഗത്തിൽ നടക്കും. മജുവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയും. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂവിൽ അവസാനം പിന്നെ മജുക്ക് പറയുന്നുണ്ട്, ദീപ തോമസിനും പിന്നെ ഗോപി സുന്ദറിനും ശരിക്കും പറയുമ്പോൾ കുറേ അധികം പടങ്ങളിൽ വർക്ക് ചെയ്ത് പിന്നെ വളരെ എക്സ്പേർട്ടായ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇനി തെളിയിക്കാനില്ല. അതേസമയം എനിക്ക് ഇതൊരു ഒരു പരീക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് ഗോപി സുന്ദർ പറയുന്നൊരു സാധനമുണ്ട്, അങ്ങനെയില്ല, എനിക്ക് എൻ്റെ ഓരോ സിനിമകളും അടുത്ത സിനിമയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും എൻ്റെ വർക്ക് മനോഹരമാണെന്നുണ്ടെങ്കിലും ഓരോ സിനിമകളും നിർണായകമാണ് എന്ന് ഗോപി സുന്ദർ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ പിന്നെ ഗോപി സുന്ദർ പറഞ്ഞ അളവിൽ തന്നെ മജുക്ക വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ പുള്ളി നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പ്രാവശ്യം മാറ്റിയ സാധനം ഞാൻ വീണ്ടും മാറ്റാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ആർക്കായാലും ഇത്ര സീനിയർ ആയിട്ടുള്ള ആളാണ് ഞാൻ, അധികം ഒരു ഫ്രഷറാണ്. പക്ഷേ ഈ പുള്ളി അത് നമ്മളൊരു ബ്രദറിനെ പോലെ കണ്ട് എത്ര പറഞ്ഞാലും പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാതെ പുള്ളി അത് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയാറുണ്ട്. പുള്ളിക്ക് ഒരു വേറൊരു ഇതിൻ്റെ സമയത്തും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പുള്ളി അല്ലാതെയും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ അത് അവിശ്വസനീയമാണെന്നോ ഇല്ല, കൃത്യമായിട്ടും പുള്ളി മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞായിട്ട് ഉറപ്പായിട്ടും. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു പ്രിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഭയങ്കര സോളുള്ള സോങ്സും ഭയങ്കര ഇതൊക്കെയാണ്. വളരെ മനോഹരമായി. അതെ അതെ അതെ. നമ്മൾ ഒരു വട്ടം കേട്ടാൽ ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് തോന്നുന്ന വിധത്തിൽ മനോഹരമായ പാട്ടാണ്. പിന്നെ പലരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലാണ്, എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന
ഇപ്പോഴും ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണ് മജു എന്ന മനുഷ്യൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു സിനിമ 2 സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ രണ്ടാമത്തേത് ഒരു ഫൈനസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയും വിധം മനോഹരമായൊരു സിനിമ. ഇപ്പോൾ ഒരു 3ാമത്തെ പടത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ പടത്തിൻ്റെ പരാജയം 2ാമത്തെ പടത്തിലേക്ക് ഈ 2ാമത്തെ പടത്തിൻ്റെ വിജയം 3ാമത്തെ പടത്തിന് ബാധ്യതയാകുന്നില്ല എന്ന് മജു എന്ന മനുഷ്യന് സിമ്പിളായിട്ട് പറയാം. കാരണം അദ്ദേഹം ആദ്യത്തെ പടം പരാജയപ്പെട്ടിടത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരു മനുഷ്യന്, ഒരു കുട്ടിക്ക് ഈ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കുമോ ഒരു ഉപദേശം കൊടുക്കാൻ കഴിയുക? എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ആദ്യ സിനിമ എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും പ്രോജക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം സെലക്ട് ചെയ്യരുത്. വളരെ കൺവിൻസ്ഡ് ആയിട്ട് മാത്രമാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര കൺവിൻസ്ഡ് ആയാൽ മാത്രമാണ്. ഇതിനൊക്കെ അടിത്തറ സ്ക്രീൻ പ്ലേ തന്നെയാണ്. നമ്മൾ ഇനി എന്ത് ഗിമ്മിക്ക് എന്ത് നമ്മൾ കാണിച്ചാലും ആളുകളിലേക്ക് ഇമോഷൻസ് കണക്റ്റ് ആയില്ലെങ്കിൽ ഇനി എത്ര മനോഹരമായി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ വൃത്തിയായിട്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണല്ല, സ്റ്റൈലിഷിലൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം 100% സ്ക്രീൻ പ്ലേ നമുക്ക് തൃപ്തി വരുന്ന രീതിയിൽ ആയതിനു ശേഷം പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് പൂർണ്ണ തൃപ്തി വന്നതിന് ശേഷം ഇത് ചെയ്താൽ ഒരു കമേഴ്ഷ്യൽ ഹിറ്റിനേക്കാളും ഒരു നല്ല സിനിമയാവുമെന്ന് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. 100% കൺവിൻസ്ഡ് ആയ തിരക്കഥ ആയാൽ മാത്രമാണ് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരാജയം ഫസ്റ്റ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ആദ്യ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം പോയിട്ടുണ്ടാവും എന്നറിയും. അപ്പം സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. നമുക്കൊരു പിന്നെയും ട്രൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒരു സ്പേസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത് ചിലപ്പം എൻ്റെ എഴുത്ത്, അല്ലെങ്കിൽ ഞാനും ജയകുമാറും തമ്മിലുള്ള എഴുത്തിലുള്ള കോൺഫിഡൻസ് കൊണ്ട് വന്ന, ഇപ്പം രാജീവ് രവി ഒരു കാരണവശാലും ഫ്രഞ്ച് വിപ്ലവം ചെയ്ത ഡയറക്ടർ ആയതുകൊണ്ടല്ല പുതിയ പ്രോജക്റ്റ് ഓണാക്കാൻ നിന്നത്. എഴുതിയ അപ്പൻ അവർക്ക് കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. വൃത്തിയായിട്ട് 100% നമ്മൾ മാർക്ക് ചെയ്യപ്പെടണം. ഫസ്റ്റ് സിനിമയാണ്, ഹൈലി റിസ്ക് ആണ്. അത്തരത്തിൽ പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ട് മാത്രമാണ് സിനിമയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ.